വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറ്റുവേല ഭക്തിസാന്ദ്രമായി. തൂക്കുവിളക്കിൻ്റെ ദീപപ്രഭയും വൈദ്യുത ദീപാലങ്കാരങ്ങളും കൊണ്ട് അലങ്കരിച്ച ആറ്റുവേല മൂവാറ്റുപുഴയാറിൻ്റെ ഓളപ്പരപ്പിലൂടെ ദൃശ്യവിസ്മയം തീർത്ത് ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് വരുന്ന നയനമനോഹരമായ കാഴ്ച കാണുവാൻ ഇരുകരകളിലുമായി ആയിരക്കണക്കിന് ഭക്തർ തടിച്ചുകൂടി. ഞായറാഴ്ച രാവിലെ ഇളങ്കാവ് ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകൾക്കു ശേഷം ആറ്റുവേലക്കടവിലെ ക്ഷേത്രതീരത്ത് എത്തിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 1-ന് അവിടെ നിന്നും പുറക്കളത്തിൽ കുരുതിക്ക് ശേഷം ആറ്റുവേലച്ചാടിൻ്റെ 3-ാമത്തെ നിരയിൽ പ്രത്യേകം തയ്യാറാക്കിയ ശ്രീകോവിലിൽ കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തിയ ശേഷമാണ് ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് പ്രയാണം ആരംഭിച്ചത്. വടക്കുംകൂർ രാജാവിൻ്റെ ദേവതയായ ഇളങ്കാവ് ഭഗവതിയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരി കൊടുങ്ങല്ലൂർ ഭഗവതി ജലമാർഗം വടയാർ ഇളങ്കാവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം. വാദ്യമേളങ്ങളുടെ ജലമാർഗം എത്തിയ ഗരുഡൻ പറവകൾ ആറ്റുവേലയ്ക്ക് അകമ്പടിയേകി. ഇരുകരകളിലുമുള്ള ഭക്തർ നിറദീപങ്ങൾ തെളിയിച്ചും അരിയും പൂവും തൂകിയും ആറ്റുവേലയെ വരവേറ്റു. പുലർച്ചെ 5-ന് വടയാർ ഇളങ്കാവ് ക്ഷേത്രക്കടവിൽ ആറ്റുവേല ദർശനവും നടന്നു. തുടർന്ന് ക്ഷേത്രമതിൽക്കെട്ടിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പള്ളി സ്രാമ്പിലേക്ക് ഭഗവതിയെ എഴുന്നള്ളിച്ചു. വൈകിട്ട് പീലിത്തൂക്കം, കരത്തൂക്കം എന്നിവയും നടന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.